കൃത്യം 12 മണിക്ക് തന്നെ ആരാധന തീരുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാം ആഹാരവും ഒരുക്കിയിട്ടുണ്ട്, കഴിച്ചിട്ടേ പോകാവൂ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിന്ന് 30-ാം സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 30-ാം സങ്കീർത്തനമാണ് ആഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസന പ്ലാനിൽ ചേഞ്ച് വന്നു. അല്ലെങ്കിൽ ആദ്യം നമ്മൾ സങ്കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്ക പതിവാണ്. ഇത് പെന്തക്കോസുകാർ ചെയ്തുകൊണ്ട് ചെയ്യുന്നതല്ല. അതോരോർത്തോടെ അതോട് ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും ഇത് പാരമ്പര്യമായി ചെയ്തതാണോ അല്ല. കാരണം ബൈബിള് വായിക്കുമ്പോൾ, പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടില് വിശുദ്ധന്മാര് വിശ്വാസികൾ കൂടി വരുമ്പോൾ ബൈബിൾ പറയുന്നു അവർ സങ്കീർത്തനം അവർക്കുണ്ടായിരുന്നു. സങ്കീർത്തനം പാടുകയും പ്രബോധിപ്പിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് വചനം വായിക്കുമ്പോൾ കാണാം. സങ്കീർത്തനം വളരെ പവർഫുള്ളാണ്. അപ്പൊ ഞാൻ പ്രതിഷ്ഠയെ കുറിച്ചൊന്ന് ചിന്തിച്ചു പോലെ നിങ്ങൾ വായിക്കാൻ ചിന്തിച്ചിരുന്ന 30-ാം സങ്കീർത്തനമാണ്. നിങ്ങൾ അതിന്റെ ഹെഡിങ് നോക്കി അത് പറയാം, ഒരു ഭവന പ്രതിഷ്ഠ ഗീതം. ഇത് നമ്മൾ പ്ലാൻ പോലും ചെയ്തതല്ല. ഞങ്ങളിത് 30-ാം സങ്കീർത്തനം വായിക്കാൻ നിന്ന വെള്ളിയാഴ്ച 30-ാം സങ്കീർത്തനം വായിച്ചു. ഒരു ഭവനം, ഇന്ന് നീതുവിനെയും സജിയും കുഞ്ഞുങ്ങളെയും ദൈവം പ്രതിഷ്ഠിച്ചു. ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ദൈവം പ്രതിഷ്ഠിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സ്വന്തം ഈ സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്വന്തം Psalm 30. ലെറ്റ്സ് റീഡ് റെസ്പോൺസിബിലി. അവസാന വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. ഭവന പ്രതിഷ്ഠാ ഗീതം, ദാവീദിന്റെ ഒരു സങ്കീർത്തനം. എല്ലാവരും എടുത്തു എന്ന് വിശ്വസിക്കുന്നു. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. യഹോവേ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെയാകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്നൊരാവാർക്കും ഉഷസിലോ ആനന്ദഘോഷം വരുന്നു. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ എന്റെ രക്തം കൊണ്ട് ലാഭമുള്ളൂ. ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? അടുത്ത 2 വാക്യങ്ങൾ ചേർന്ന് പാടി അവനെ സ്തുതിക്കാം. നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. എന്റെ രട്ടു നീ അടിച്ചത് സന്തോഷം പിടിപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എന്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. നമ്മുടെ വിശുദ്ധകരങ്ങളെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന കർത്താവിനെ കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കും ഒരു ഉഷസ് തന്ന് ആനന്ദത്താൽ നമ്മെ നിറയ്ക്കുന്ന ദൈവം ജീവിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും പ്രാർത്ഥന ദിവസം തന്നെ ഇരിക്കും. പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സങ്കീർത്തനത്തിനായി സ്തോത്രം. ഒരു ഭവന പ്രതിഷ്ഠ ഗീതം. ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ പ്രോമിസസും ഉണ്ട്. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ഈ മാസം, ഈ വർഷത്തെ നമ്മുടെ ചിന്താ വിഷയം ദിസ് എ ഇയർ ഓഫ് ഗ്രോത്ത്, വളർച്ചയുടെ ഒരു വർഷം. നമ്മൾ ചിന്തിക്കുന്ന രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആരാധന എല്ലാം ഇല്ല, ഒന്നുമായില്ല. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഞാൻ ബൈബിൾ കേൾക്കുന്നു, ഒന്നുമായില്ല. ബൈബിൾ പറയുന്നു ഏതൊരു കാര്യമാണ് ദൈവത്തിന്റെ ജോലി, ദൈവത്തിന്റെ ബിസിനസ് ഗ്രോത്ത്, വർധനവ്. നിങ്ങൾക്കറിയാം, താലന്ത് കൊടുത്തു, ദൈവം വർധനവ് പ്രതീക്ഷിച്ചു. കാരണം ദൈവം ഗാഡ് ഓഫ് ക്രിയേറ്റിവിറ്റിയാണ്. ദൈവം വെറുതെ ഉഴപ്പി സമയങ്ങളായിരുന്നില്ല. അവൻ എന്തെങ്കിലും തൊട്ടാൽ, നിങ്ങളെ കൃപയെ അവന്റെ ആഗ്രഹം നിങ്ങളും ഞാനും വളരണം, അല്ലേ? നിങ്ങള് തലമുറകൾക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കന്മാർ ഉരുപ്പെടുക്കും. ഏഡൻ മോനെ നമ്മള് സമർപ്പിച്ചു. എന്തോ അപ്പന്റെ അമ്മയുടെ ആഗ്രഹം. ഏഡൻ മോൻ എന്നും കുഞ്ഞായിട്ട് കയ്യിലിരിക്കാനാണോ ആഗ്രഹം? അല്ല. അവൻ എന്ത് ചെയ്യണം? വളർന്നില്ലല്ലോ. ഈ നഗരത്തിൽ, ഫിലദൽഫിയയിൽ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്.
മെന്റലി ഫിസിക്കലി റിട്ടാർഡഡ് ആയിട്ടുള്ള ഒത്തിരി കുഞ്ഞുങ്ങൾ അമ്മയപ്പന്മാർ. ചില ദേവദാസന്മാർ എനിക്കറിയാം, മരിക്കാനുള്ളതിന് ഭയം. ഞാൻ മരിച്ചാൽ എന്റെ കുഞ്ഞിനെ ആ കുഞ്ഞിന് വളർച്ചയില്ല, ആ കുഞ്ഞിന്റെ കാര്യം തന്നെ നോക്കാൻ പ്രാപ്തില്ല. ചിന്തിച്ച് ചെയ്യുന്ന തലമുറകളെ തന്ന് ആരോഗ്യത്തോടെ സമാധാനത്തോടെ തന്നിട്ടുണ്ടെങ്കിൽ നീ കരഞ്ഞു വരാതെ. എനിക്കറിയാം, എന്റെ ക്രിസ്ത്യൻ ജനിച്ചപ്പോൾ അവൾ ബയലാറ്ററൽ ക്ലബ് ഫുട്ടോട് കൂടിയാണ് ജനിച്ചത്. 45-45 ദിവസം കുഞ്ഞിനൊരു ടെൻഡൻ സ്ട്രെച്ച് സർജറി നടത്തി. 2017 ഒരു മേജർ സർജറി ഒക്കെ നമ്മൾ സ്കോളിയോസിസ് എന്നൊരു പ്രയാസം വന്നു, നട്ടല് വളയുന്നത്. ആ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമേശ്വരം പെടലി മുതൽ താഴെ വരെ കീറി ഓരോ നട്ടലിന്റെ കണ്ണികൾ ഇളക്കിയിട്ട് ഡ്രില്ല് ചെയ്ത്, ചിന്തിച്ചേ, ഓരോ കണ്ണുകൾ ഡ്രില്ല് ചെയ്ത് 2 റോഡ് കുഞ്ഞിന്റെ അപ്പനും അമ്മയ്ക്ക് ആ കുഞ്ഞു വേദന കൊടുക്കുമ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പകൽക്കാലം പിന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, തകർച്ചകളും വേദനകളും നിന്നെ നശിപ്പിക്കാനില്ല, വിശ്വാസത്തിൽ വളർത്താം, വിശ്വാസത്തിൽ വളർത്താം. ഇന്ന് പകൽക്കാലം ഓർത്തോണം, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തെ നമ്മളെ കുറിച്ച് ആഗ്രഹം. നീ വളരണം. നീ വളർന്നേ പിന്നെ എന്താ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വളർന്നില്ല, നിങ്ങളുടെ ചങ്ക് പൊട്ടില്ല. അങ്ങനെയാണെങ്കിൽ why do you expect God is different? ദൈവം വ്യത്യസ്തനാണെന്ന് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? നിന്നെ കൃപയിലേക്ക് കൊണ്ടുവന്നപ്പോൾ രക്ഷിക്കപ്പെടാൻ, സ്നാനപ്പെടാൻ, യേശുവിന്റെ സ്നേഹം അറിയാൻ ദൈവം എക്സ്പെക്ട് ചെയ്യുന്നു യു ടു ഗ്രോ. നിങ്ങൾക്കറിയാമോ, ഫസ്റ്റ് കമാൻഡ്മെന്റ് ഇൻ ദ ബൈബിൾ, ഒന്നാമത്തെ കമാൻഡ്മെന്റ് ഇൻ ദ ബൈബിൾ, മനുഷ്യരെ ഉണ്ടാക്കിയിട്ട് അവരോട് ദൈവം കമാൻഡ് ചെയ്യുക, നിങ്ങൾ വർദ്ധിച്ച് ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ. നിങ്ങൾ വർദ്ധിച്ച്. ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടെ ഗ്രോത്ത്. വളർച്ചയില്ലെങ്കിൽ ആത്മീയത്തിലാണേലും ഫിസിക്കലാണേലും ഡിട്രിമെന്റൽ, വളരെ ശോചനീയമാണ്. അതുകൊണ്ട് ഇവിടെ സംഘടനക്കാരൻ ഈ മാസം അതിനുള്ള ബന്ധത്തിൽ ഞങ്ങൾ ചിന്തിച്ചു, വളരണമെന്ന് ഒന്നാമത്തെ വേണ്ടത് മായമില്ലാത്ത വചനം. ഒത്തിരി വചനങ്ങൾ പാലിൽ മുളച്ച് പരക്കുന്നുണ്ട്. എല്ലാവർക്കും വീടിയും അത്ഭുതവും പ്രവചനവും ഒക്കെ കിട്ടും. അതൊന്നും അല്ല ശുശ്രൂഷ. പ്രവചനമില്ലെന്നല്ല ഉണ്ട്, കേട്ട് നല്ലത് മുറുകെ പിടിച്ചോണം. ഈ വചനം പോലെ പ്രവചനം വേറൊന്നുമില്ല. ഡോക്ടർ പ്രയാസപ്പെട്ടപ്പോൾ വായിച്ചു, ദൈവം ഉത്തരവും കൊടുത്തു അതിനകത്തുനിന്ന്. ആമേൻ സ്വന്തം. മരത്തിനെ തൂങ്ങുന്നവനൊക്കെ ചില വിചാരിക്കുന്നത് കുരിശും തോളിലിട്ടോണ്ട് നടന്നാൽ ഇല്ല, നീ അത് ശാപത്തെയാ കാണിക്കുന്ന ഓർത്തു. പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരുന്ന ക്രൂശിന്റെ സഫറിംഗ് എന്നാണ് അർത്ഥം. നിങ്ങളത് പഠിക്കണം, ബൈബിള് വായിച്ചിരിക്കുമ്പോ എല്ലാവരും ക്രോസ് ഇട്ടുകൊണ്ട് നടന്നാണ്ട് യു ആർ ക്യാരിങ്, അത് കാണി മരം ശാപത്തെ കാണിക്കുന്നു. വാട്ട് ക്രോസ്? നമ്മളെ പഠിപ്പിക്കുന്നത് ജീസസ് ബിക്കം എ കഴ്സ് ഫോർ us. നീ കഴ്സ് തൂക്കിയിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു കുന്തോന്നും കിട്ടാൻ പോകുന്നില്ല. പോൾ പോലെ ചില വാക്യം പറയുന്നു, ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശ്നം. ആ ക്രൂശ് എന്ന് പറയുന്നത് സഫറിംഗ് ആണ്. യേശു പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ എന്റെ ക്രൂശ് എടുക്കാനാന്ന് പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നത് സ്ട്രഗിൾസ്, നിങ്ങളെ കൊണ്ട് ചുമ്മാ പറ്റാത്ത ക്രൂശ്, നിങ്ങൾ ഇടറി വീഴുന്ന ക്രൂശ്, അതും എടുത്തുകൊണ്ട് ഈശ്വര പറയുക. അത് മാറിയിട്ട് വരാൻ ആരും നോക്കണ്ട. എനിക്ക് പേരുടെ ആഗ്രഹം അത് മാറി കർത്താവിന്റെ പുറകെ ഓടാതിരിക്കുക. നോ, നിന്നെ എനിക്ക് വേണ്ട. കർത്താവ് പറയുമ്പോ നീ അവിടെ എത്രയോ ശബരിമലയിൽ 18-ാം പടി കയറിപ്പോ എത്ര പേർക്ക് യേശുദാസൻ ക്രിസ്തുദാസൻ എന്നാണ് യേശുദാസനായിരുന്നല്ലേ, യേശുദാസനായിരുന്നു അയ്യപ്പദാസനായ അങ്ങനല്ലേ. അവന് കിട്ടേണ്ട അത് കിട്ടിയില്ല. അവൻ പോയി അയ്യപ്പനടയിൽ 18-ാം പടി കയറിയപ്പം വിടുതൽ വെക്കുന്ന പറയുന്നത്. അത്ഭുതങ്ങൾ ഒത്തിരി എടുത്ത് നടക്കുന്നുണ്ട്. അതും തേടി നീ ഓടുകയാണെങ്കിൽ എന്റെ യേശു പഠിപ്പിച്ചേക്കുന്നത്, അവൻ സ്വന്തം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടത്തിൽ കൂടെ പോകുന്നവർ ഇന്ന് ഉണ്ട്. നിങ്ങളെപ്പോഴും ബ്ലസ്സഡ് ആരില്ല. പക്ഷെ ആ കഷ്ടത്തിൽ നോക്കേണ്ടത് നാഥനെയാണെന്ന് മാത്രം. നാഥനെ നോക്കിയാൽ നിങ്ങൾ തളർന്നു പോകത്തില്ല. അതുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കാൻ പറയുന്നത്. പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കുക. കാരണം നിങ്ങൾ ക്ഷീണിച്ചു മടുത്ത് പോകാൻ. ഇന്ന് മടുത്തു പോയ ചിലരെ പരിശുദ്ധത കാണിക്കും. അവൻ ഇന്ന് രാത്രി യേശുവിനെ നോക്ക്. അപ്പൊ വളർച്ച എന്ന് പറയുന്നത് എവിടെ വരെ വളരണം നമ്മൾ പഠിച്ചു? ക്രിസ്തുവാകുന്ന തലയോളം. നമ്മുടെ സ്റ്റാൻഡേർഡ് ക്രൈസ്റ്റാണ്. ക്രൈസ്റ്റ് അങ്ങേപ്പുറം ഒരു വളർച്ചയില്ല. ഇന്ന് അങ്ങനെ നോക്കുന്നത് മിറക്കിളും ഹീലിങ്ങും, എന്റെ ജീവിതം സന്തോഷമായി ഞാൻ
യേശു ഈ ഭൂമിയിൽ വാർത്തപ്പം സന്തോഷമായിട്ടല്ല ബൈബിൾ കാണിക്കുന്നത്. അവൻ വ്യസനപാത്രമായും, അങ്ങനല്ലേ ദൈവം നമുക്ക് ക്രിസ്തുവാകുന്ന തലയോളം എന്തുവാ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടം മാറ്റി അതിനുവേണ്ടി ഈൽഡ് ചെയ്തവനാണ് എന്റെ യേശു. തന്റെ പ്രാർത്ഥന അനുസരിച്ച് താൻ പാപം ചെയ്തിട്ടില്ല, തനിക്ക് ശിക്ഷ വരാനേ പാടില്ല. എന്റെ പാപം അത്ര കഠിനമായിരുന്നു. യേശു കരഞ്ഞു, പിതാവിനോട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം ലോകത്തിലെവിടെ എന്റെ പാപം മാത്രം. ഇറ്റ് വാസ് സോ ട്രസ്പസ്. നമ്മൾ വിചാരിക്കും കുടിയന്മാരും മറിയന്മാരും സ്വന്തം ചെയ്യുന്നു, വ്യഭിചാരികളും. അല്ല, അതിനേക്കാൾ വലിയ പാപം ഫെയ്ത്തിൽ നിന്ന് നീ ഒരു കാര്യം, നീ കർത്താവിനെ അറിയുന്നു പറയുകയും ഇഫ് യു ഡോണ്ട് ഡു തിങ്സ് ഫ്രം ഫെയ്ത്ത്, അതിനെ അവിശ്വാസമുള്ള ദുഷ്ട വിക്കറ്റ്നെസ് എന്നാണ് പറയുന്നത്. ദുഷ്ടത. നമ്മൾ വിചാരിക്കുന്നു പാപം. നീ ആരാധനയ്ക്ക് പോകുമ്പോൾ തൊട്ടടുത്ത സഹോദരൻ നിനക്ക് വിശ്വാസമില്ലാതായിരുന്നു ആരാധിക്കും. നീ ആരാധിക്കാനാവുന്ന പാപം ചെയ്യാൻ പോകും. നീ ആരാധിക്കാൻ പോയിരിക്കുമ്പോൾ എഴുന്നേറ്റൊരു സാക്ഷ്യം പറയാൻ നിനക്ക് വിശ്വാസമില്ല, അവര് കേട്ടു വീഴും. പിന്നെ നീ എന്തിനാ ദിവസത്തിൽ പോകുന്നേ? കാരണം സ്നേഹം നടത്തു പോയതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നു. ഓൾറെഡി പോളത് പ്രവചിച്ചു വളരെ നാളും. പക്ഷേ ഓർക്കണം, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം വരുമ്പോൾ ഞാൻ ദുഷ്ടന്റെ ഗണത്തിൽ പെടുകയാണ്. എല്ലാവരും വിചാരം അവൻ ആരാധനയ്ക്ക് പോകുന്നവരെല്ലാം വിശുദ്ധരല്ല. ചിലപ്പോൾ ചില പാപം ചെയ്യാൻ വേണ്ടി മാത്രം ആരാധനയ്ക്ക് പോകുന്നത്. വിശ്വാസം ഉത്ഭവിക്കാത്ത ഒക്കെയും എന്തുവാന്നറിയാമോ? ഞാൻ നോക്കുമ്പോ കർത്താവേ, എന്റെ പാപം യേശുവിന് മേൽ ഭയങ്കര ടഫായിരുന്നു. അവനാളെ കരഞ്ഞത് മാറ്റണേ കർത്താവേ. പിതാവ് ചെറിയ ബുദ്ധി എന്ന് ഞാൻ ആരാധിക്കാൻ കാണാമെന്നറിയാമോ? കാരണം ഒരു പാപം, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഇത് നീതിമാനായ യേശുവിന്റെ പ്രാർത്ഥന കേൾക്കാതെ ദൈവം എന്ത് ചെയ്തു? അത്രയ്ക്ക് നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ തിരിച്ചറിയും ഹൗ മച്ച് ഹി ലവ്ഡ് യു. ആരോരും ഇല്ലെന്ന് ചിന്തിക്കുന്നത് അയ്യോ അങ്ങനല്ല, നിന്നെ അത്ര സ്നേഹിക്കുന്ന ദൈവം. അതുകൊണ്ട് യശയ്യാ 43 അധ്യായം പറയുന്നത്, അവൻ നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ ആ പ്രഷ്യസ്നെസ് കാണും. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ തൊട്ടരി നിൽക്കുന്ന യേശുവിനെ കാണും. ഈ ലോകത്തിൽ ആരും നിങ്ങളെ അറിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സങ്കടങ്ങളും താഴ്ചകളും ഉടച്ചിലുകളും എല്ലാം അറിയുന്ന യേശുവിനെ അറിയണം. അവൻ അവിടെ പറയുന്നു, അവൻ ഒന്നാമത്തെ വാക്യത്തില് ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വന്ന് വായിക്കുന്നു, അവൻ യഹോവേ ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു? പുകഴ്ത്തുന്നു. അല്ലേ? 30 ഒന്നാമത്തെ വാക്യം. നീ എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? കർത്താവേ, എനിക്ക് ഇനി ആരാധനയ്ക്ക് പോകുമ്പോൾ എനിക്ക് നിന്നെ പുകഴ്ത്തണം. എനിക്ക് ഉദ്ധാരണം വേണം. ഇന്ന് പിശാച് എന്നെ വല്ലാതെ ടോർമെന്റ് ചെയ്യുക, എന്റെ ചിന്താമണ്ഡലത്തെ കയറി പിടിച്ചിട്ട് വല്ലാതെ എന്നെ അങ്ങ് പീഡിപ്പിക്കുക. സങ്കടം കൊണ്ട് ഞാൻ പൊറുതിയില്ലാതെ ഞരങ്ങുക. ഞാൻ സങ്കടത്തെ മാറ്റാനല്ല പറയുന്നത്, പക്ഷെ എന്നെ ഒന്ന് ഉദ്ധരിക്കണം. പിശാച് എന്നെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു പ്രിസണിൽ തന്നെ വിടുവിക്കണം. ദൈവത്തിന്റെ പദ്ധതികളൊന്ന് കാണാൻ എന്റെ കണ്ണുകളെ തുറക്കണം. എന്നിട്ട് ദൈവമേ നിന്നെ ഒന്ന് ആരാധിപ്പാൻ, മഹത്വപ്പെടുത്താൻ. അവിടെ പറയും, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിപ്പാൻ എന്ത് ചെയ്തില്ല? എത്ര പേര് വിശ്വസിക്കുന്നു നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ കുറിച്ച് സന്തോഷിപ്പാൻ ദൈവം ഇടയാക്കും? വിശ്വസിക്കുന്നവർ കൈമത്തിൽ സ്വന്തം ചെയ്ത് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ദൈവം ജീവിക്കുന്നു. അവൻ സ്വന്തം ചെയ്യുന്നു. ഇനി സമയമില്ലാത്തവരുടെ 2 വാക്യം പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അവൻ താഴോട്ട് വായിക്കുമ്പോൾ ദൈവത്തെ സ്തുതിപ്പാൻ അവൻ സ്വന്തം ചെയ്യുന്നു. ചോദിക്കരുത്, ഞാൻ മരിച്ചു പോയാൽ എന്ത് പ്രശ്നമുണ്ട്? അപ്പം ധൂളി നിന്നെ സ്തുതിക്കും. അത് സത്യത. അപ്പൊ എന്തിനാണ് നിങ്ങളെ ജീവനോട് വെച്ചേക്കുന്നത്? അവനെ സ്തുതിക്കാൻ. ഇൻ എവറി സിറ്റുവേഷൻ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യാൻ. താഴോട്ട് വായിക്കുമ്പോൾ അവിടെ അതിന്റെ അവൻ സ്വന്തം ചെയ്യുന്നു. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നുള്ള വാക്യം. എത്രാമത്തെ വാക്യമാ? അവൻ 5-ാമത്തെ വാക്യം. നോക്കണേ, ഒരു കാര്യം, ഞാൻ ഒരു കാലത്തും കുലുങ്ങിപ്പോകുകയില്ല എന്ന് സുഖകാലത്ത് ഞാൻ പറഞ്ഞു. എല്ലാവരുടെയും വിചാരം ഒന്നും ഷേക്ക് ചെയ്തില്ല. ദൈവം മുഖം മറച്ചാൽ നമ്മുടെ ഏപ്പ് ആടിപ്പോകും. താഴെ വായിക്കുമ്പോൾ 5-ാമത്തെ വാക്യത്തില് ഇങ്ങനെ വായിക്കുന്നു, അവൻ സ്വന്തം ചെയ്യുന്നു. അവന്റെ കോപം, ഒരു കാര്യം ഓർക്കണം, ദൈവം നമ്മൾ കോപിച്ചാലും അത് മൊമെന്ററി ഉള്ളൂ. അവന്റെ പ്രസാദം എന്താണെന്നറിയാമോ? അപ്പൊ ഇന്ന് അതിനുവേണ്ടി നിന്നെ പ്രസാദിപ്പിക്കുന്ന ഒരു പങ്കരായി തീരാൻ എന്നെ സഹായിക്കണം. എന്റെ കണ്ണുകളെ തുറക്കണം. നീ സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കും. ഈ മാസം ഞങ്ങളുടെ ദൂത്. അപ്പൊ ഒന്ന്, നിനക്ക് വളരണമെങ്കിൽ വചനം വേണം.
വചനമാകുന്ന വിത്ത്. ആ വിത്ത് കിളിർക്കണയിൽ മുൻമഴയാകുന്ന പരിശുദ്ധാത്മാവിന്റെ നനവ് വേണം. അവന് കിളിർത്താൽ വിതയ്ക്കണം. അപ്പം നിലം ഒരുക്കണം, കട്ട ഉടച്ചല്ല നിലത്തണം. അത് വിതച്ചാൽ മാത്രം പോരാ, വിതയ്ക്കണം. അപ്പൊ അടുത്ത നിലമൊരുക്കിയാൽ മാത്രം അടുത്ത വിതയ്ക്കണം. ഈ കിളിർത്ത വിത്ത് വിതയ്ക്കണം. വിതയ്ക്കുമ്പോ എങ്ങനെ വിതയ്ക്കണമെന്ന് ഈ മാസം പറഞ്ഞ കണ്ണീരോടെ വിതയ്ക്കണം. നമ്മള് കണ്ടു, കണ്ണീരോടെ വിതയ്ക്കുന്നവർ എങ്ങനെ കൊയ്യും? ഇന്നത്തെ കഷ്ടങ്ങൾ കരയാൻ, ദിവസം ഒന്നും നുറുങ്ങാൻ, ഹൃദയം നുറുങ്ങിയവർക്ക് യോബ മനസ്സ് തകർന്നവരെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇന്നൊന്ന് ഉടഞ്ഞ് കരയാൻ തുറത്താൽ കൃപത ഉടഞ്ഞ് പ്രാർത്ഥിക്കുക. ആ സങ്കടമെല്ലാം നീ നാളുകളായി പിടിച്ചു വെച്ചേക്കല്ലേ, അതൊന്നും എന്നാ ചിലപ്പോ നമ്മളങ്ങ് ഒത്തിരി കഷ്ടം കല്ലുപോലെ ഹൃദയമായിട്ട് ഒരു തുള്ളി കണ്ണുപോര് പോലെ ഒരുക്കാൻ കഴിയാത്ത അവസ്ഥയിലാകും. അതൊന്നും മാറണം. എന്റെ ഭർത്താവെ കണ്ണീരൊന്ന് യേശു കണ്ണുനീർ വാർത്തോ പോലെ ഒന്ന് ഉടഞ്ഞ് കരയാ. അവൻ സ്വന്തം ചെയ്യുന്നു. കാരണം അങ്ങനെ നീ ഒന്ന് കരഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിന് ചില പ്രവൃത്തികൾ നിനക്ക് വേണ്ടി വെളിപ്പെടും. അവൻ താഴെ വായിക്കുമ്പോൾ സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കും, പക്ഷെ ഉഷസ്സിലോ ആനന്ദ ഘോഷം വരുന്നു. ഞാൻ അവസാനത്തെ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ 11ാമത്തെ വാക്യം, നീ എന്റെ വിലാപത്തെ എന്താക്കി മാറ്റി? നിങ്ങളുടെ വിലാപം ഈ ലോകത്തിൽ ആരും കാണാതിരുന്നപ്പോൾ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ ഭർത്താവോ അപ്പനോ അമ്മയോ വീട്ടുകാരോ നാട്ടുകാരോ പാസ്റ്റർമാരോ ഒന്നും നീ ഇങ്ങനെ അടിച്ചാരും കേൾക്കാതെ തലയിണം മൂടിപ്പിടിച്ച ശബ്ദം ആരും തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയോ ഭർത്താവോ ആരെയോ നീ മൂടിപ്പിടിച്ച് എങ്ങനെ അടിച്ച് ഞാൻ കഴിച്ചു. കേട്ടൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ബൈബിൾ പറയുന്നു, എന്റെ വിലാപത്തെ നിനക്ക് എന്താക്കി മാറ്റും? ഡാൻസിങ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം അവൻ നിന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി. പിന്നെ നിന്റെ റട്ട്, ഇന്ന് നീ റട്ട് ഉടുത്ത് വളരെ സങ്കടത്തില് അവൻ നീ ഉപവസിച്ച് ഇടുവിൽ നിന്ന് അവൻ ആ അവസ്ഥകളെ ദൈവം മാറ്റിയിട്ട് അവൻ എന്ത് നിന്നെ ധരിപ്പിക്കുന്നത് അമ്മ സന്തോഷം ഉടുപ്പിക്കും. ഇന്ന് ആ ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാം. എന്തിനാ അത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു പോകല്ലേ. അനേകം നന്മയും വിടുതലും പ്രാപിച്ച ശേഷം ദൈവത്തെ മറന്നുപോകും. പിന്നെ അവർക്ക് സമയമേ ഇല്ല. തലമുറ ഇല്ലാതിരുന്ന് പ്രാർത്ഥിച്ച് തലമുറ കിട്ടി കഴിഞ്ഞാൽ പിന്നെ തലമുറ അവിടെ ഈ ദൈവസന്നിധി അവർക്ക് വിഷയമല്ല. പിന്നെ ഉടനെയോ ആരാധന സൗണ്ടാണ്, കുഞ്ഞിന് പ്രയാസമാണ്, അവൻ കുഞ്ഞിനെ ദൈവത്തിന് വലിച്ചെറിയുന്നതിന് പോലെ അങ്ങനെ ആകല്ലേ. ദൈവം നിനക്ക് അനുഗ്രഹം തന്നു കഴിയുമ്പോ പിന്നെ നീ അവന് അതാ എന്തുകൊണ്ടാ സാമുവലിനെ ബ്ലസ്സഡ് ആക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹന്നയുടെ കാര്യം നമ്മൾ കണ്ടു. ഈ ഇവനായിട്ടല്ലോ പ്രാർത്ഥിച്ചപ്പോ അമ്മ അന്ന കൊണ്ട് എന്ത് ചെയ്തു? ദൈവസന്നിധിയിലോട്ട് ആ നന്മ എറിഞ്ഞ് കൊടുത്തു. നിനക്ക് ആ നന്മ തരുമ്പോ ത്രോ ഇറ്റ് ബിഫോർ ദ ലോർഡ്. ഡോണ്ട് ഹോൾഡ് ഓൺ ടു ഇറ്റ്, ഗിവ് ഇറ്റ് ടു ദ ലോർഡ്. നീ അത് പിടിക്കുന്നിടത്തോളം കാലം നന്മയായിട്ട് വരത്തില്ല, ഉള്ളതും നഷ്ടപ്പെടും. ദൈവനാമ നിമിത്തം ചിലത് നീ കളഞ്ഞാൽ അതിനെ എന്ത് ചെയ്യും? നേടും. അവൻ സ്വന്തം. അതുകൊണ്ടാ സാമുവലിന്റെ ഒറ്റ വാക്കുപോലെ നിലത്ത് വീഴാൻ ദൈവം എന്ത് ചെയ്തില്ല? സമ്മതിച്ചു. ജീവൻ ബാക്ക് ടു ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിങ്ങൾക്കുള്ളതിനെ നിങ്ങളുടെ സങ്കടം ഉൾപ്പെടെ കർത്താവിന്റെ കയ്യിലോട്ട് കൊടുക്കുക. അവൻ അതുകൊണ്ട് ബൈബിൾ പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ ചുമച്ചു. നീതിമാൻ കുലുക്കി പോകുവാൻ അവൻ ഒരുനാളും ചെയ്യത്തില്ല, സമ്മതിക്കയില്ല. അതുകൊണ്ട് അവൻ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. അഴിച്ച് സന്തോഷം ഒളിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ ഓർത്തോണം, വിടുതൽ പ്രാപിക്കും. അനേകരും വിടുതൽ പ്രാപിച്ചും മറന്നു പോകും. പിന്നെ ദൈവത്തെ ഒന്ന് ഹോൾട്ട് ചെയ്ത് സ്തുതി പറയാൻ പോലും ഒരു സമയമില്ല. പിന്നെ ബിസിയായി. കാരണം ഇപ്പം ബിസിയായി. ഇപ്പൊ എല്ലാം അനുഗ്രഹിച്ചില്ലേ, ടൈമില്ല. ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. ദൈവത്തെ ആരാധിപ്പാൻ മാത്രം സമയമില്ല. യു ടു സെർച്ച് യുവർസെൽഫ്. ഇത് ദൈവത്തിന്റെ സ്നേഹത്തോട് പറയുന്ന കാര്യമാണ്. അമ്മ സ്വന്തം ഈ ഭൂമിയിൽ നിനക്ക് ഒന്നുമില്ലേലും ദൈവത്തെ ആരാധിക്കാൻ സമയമാണ്. എവറിത്തിങ് എൽസ് ഗോസ്. കാരണം ഓർത്തോണം, 40 വർഷം മരുഭൂമിയിൽ അവർ ജോലി ചെയ്തിട്ടല്ല തുടർന്ന് ഓർത്തോണം. ദൈവം അവരെ നടത്തിയെങ്കിൽ നമുക്ക് എഴുന്നേൽക്കാൻ ഒരു ഗാനം പാടി പ്രാർത്ഥിച്ചിരുന്ന് പോകാം. എന്നെങ്കിൽ എന്റെ യേശു മടങ്ങി വരുന്നു. അങ്ങനെ അവിടെ പറയുന്നു, മൗനമായിരിക്കാൻ നിനക്ക് സ്തുതി പാടരുതെന്ന് എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിനക്ക് എന്നേക്കും സ്തോത്രം, ഞാൻ നിനക്ക് എന്നേക്കും സ്തോത്രം ചെയ്യും. അങ്ങനെ നമുക്ക് എഴുന്നേറ്റൊരു ഗാനം പാടാം. പാട്ടുകാരൻ പറയുന്നു, ആഹാ മനോഹരം യാക്കേ നിന്റെ ആലേ, എന്തൊരാനന്ദം ആ പ്രാകാരങ്ങളിൽ. ദൈവമേ, എന്റെ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാനെന്ന്. അവൻ വിലാപത്തെ സന്തോഷമാക്കുന്ന ആ നാഥനെ ഒന്ന് കണ്ടിട്ട് എല്ലാം മറന്ന്, ദൈവമേ എന്റെ ഉള്ളം നിറഞ്ഞ് ഞാൻ ഹല്ലേലൂയ പാടുമെന്ന് പറഞ്ഞ് വിട്ടുകൊടുത്ത് ആരാധിക്കാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ. തന്റെ മക്കൾക്ക് എന്നും അവൻ പരിചയം. നിങ്ങൾ ഏത് കഷ്ടത്തിലൂടെ പോയാലും പരിചയമായി നിന്ന് മറയ്ക്കുന്നൊരു ദൈവം ഇന്ന് പകൽ നിങ്ങളോട് കൂടെ ഇവിടെ കൊണ്ടുവന്ന് തന്നെ നിന്നോട് പറയാൻ വേണ്ടിയാ. ഹല്ലേലൂയ. നന്മയൊന്നും മുടക്കുകയില്ല. നേരായി നടക്കുന്നവർക്ക് നന്മയ്ക്ക് വേണ്ടിയല്ല അവനെ സേവിക്കുന്നു. ഓർത്തോളനെ, നന്മയല്ല അവനെ സ്നേഹിപ്പാൻ അവൻ സ്വന്തം ചെയ്യുന്നു. കണ്ണുനീരും കഴുമരമെല്ലാം എന്തായിട്ട് മാറ്റുമെന്നറിയാമോ? അനുഗ്രഹമായി മാറ്റും. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് മൊർദെഖായിയെ കുറിച്ചും എസ്തറിനെ കുറിച്ചൊക്കെ പറയാൻ താല്പര്യം ഉണ്ടായിരുന്നു. അവൻ കൈപോലെ കരഞ്ഞ മൊർദെഖായി
പിറ്റേ ദിവസം അവന്റെ കഴുമരമുണ്ടാക്കി അവനെ തൂക്കാനായിട്ട് ഹാമാൻ വാതിൽക്കൽ നിൽക്കുന്നു. നിന്റെ ദൈവം ബ്രേക്ക് ത്രൂകളുടെ ദൈവമാകട്ടോ. നിനക്കെതിരെ പിശാച് കുലുക്കുലുക്കി അടുത്ത നിമിഷം കൊല്ലാൻ നിന്നെ പിച്ച് ചീന്താൻ നാണം കെടുത്താൻ തയ്യാറായിട്ട് ഉത്തരവിനായി രാജാവിന്റെ അനുവാദം കാത്ത് വാതിൽക്ക് ഉറക്കമില്ലാതെ നോക്കിയിരിക്കുക. അന്ന് രാത്രി സ്വസ്ഥത കൊടുക്കാതെ മോർദെഖായി ചെയ്ത പ്രവൃത്തികളെ രാജാവിനെ കൊണ്ട് വായിപ്പിച്ചിട്ട് കഥ തുറന്നോ ഹാമാൻ നിൽക്കി എന്നാ കഴുമരത്തെ മോർദെഖായി തൂക്കിക്കൊല്ലാൻ അനുവാദമാക്കാനാ പുലി വന്നത്. ഉടനെ തുറന്നതും മോർദെഖായി ഹാമാനെ കണ്ടു. രാജാവ് ചോദിച്ചു, അവൻ രാജാവ് ബഹുമാനിപ്പാൻ ആഗ്രഹിക്കുന്നവൻ എന്ത്? ഉടനെ ഈ ശത്രു തന്നെ വാഗൊണ്ട് പറഞ്ഞു എന്തൊക്കെ ചെയ്യുന്നു. ഇതാ ദൈവത്തിന്റെ പദ്ധതി. നിന്നെ തകർക്കാൻ, ഉടയ്ക്കാൻ, നിന്നെ പീഡിപ്പിക്കാൻ അവന്റെ സകല ട്രിക്സും അവന്റെ ബുദ്ധിയും പെർഫെക്റ്റ് അപ്ലൈ ചെയ്ത് വരുമ്പോ ആ ഡെവിളിനെ കൊണ്ട് തന്നെ നിനക്കുള്ള അനുഗ്രഹം പ്രവഹിക്കും എന്റെ ദൈവം. ഉടനെ ഹാമാ വിചാരിച്ച ആരെയെ രാജാവ് ആദരിക്കാൻ പോകുന്ന എന്നെ അല്ലാതെ അവന്റെ ഏറ്റവും ടോപ്പ് കാര്യം കൊണ്ട് പറഞ്ഞു. അത് തീർന്നതും രാജാവ് പറയാ, നീ പറഞ്ഞതൊക്കെയും ഒന്നും കുറയാതെ ആ വാതിൽക്ക് ഇരിക്കുന്ന മോർദെഖായിക്ക്, ഓ എന്റെ ദൈവമേ, ഹാർട്ട് അറ്റാക്ക് വന്ന് അവൻ മരിക്കാതെന്ന അത്ഭുതമായിരിക്കുന്നു. അവനെ കൊണ്ട് തന്നെ മോർദെഖായിയുടെ റെട്ട്, ഇത് സങ്കീർത്തനം പ്രസംഗിക്കാൻ വരുന്ന റെട്ടഴിച്ചിട്ട് രാജാവിന്റെ വസ്ത്രം ഈ ഹാമാൻ തന്നെ നോക്കണം, കഴുമരം ഉണ്ടാക്കി കൊല്ലാൻ അനുവാദവും വാങ്ങി വന്നതാന്ന് പറഞ്ഞു. അടുത്ത മൊമെന്റിൽ മരണമാകുന്നിരുന്നത്. ഇവനെ കൊണ്ട് മോർദെഖായിയെ കിങ്ലി ഡ്രസ് ധരിപ്പിച്ച് രാജാവിന്റെ ദണ്ഡുമൊക്കെ കൊടുത്ത് മോതിരമൊക്കെ കൊടുപ്പിച്ച് അവനെ രാജാവിന്റെ കുതിരപ്പുറത്ത് കയറ്റിയിട്ട് ഇവൻ തന്നെ രാജാവിന്റെ കുതിരയുടെ കടിഞ്ഞാണം പിടിച്ച് മുമ്പിൽ നടന്നിട്ട് പറയുക, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്നവന് ഇങ്ങനെ ചെയ്യും. മോർദെഖായി സ്റ്റണ്ടായി കാണും. നീന്റെ വിലാപത്തെ എനിക്ക് എന്താക്കി മാറ്റും? രേഖവിരോധമായി എഴുതുന്ന കണ്ട് ചങ്ക് പൊട്ടി അലറി കൈപ്പോടെ കരഞ്ഞ മോർദെഖായി, നാളുകൾ പൊട്ടി തകർന്ന് കരഞ്ഞ മോർദെഖായി എസ്തറിന്റെ അടുക്കൽ പോലും വിവരം കൊടുത്തു വിട്ട് എസ്തർ പറഞ്ഞ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അവൻ സ്വന്തം ദൈവം ഉദ്ധാരണത്തിന്റെ ജനത്തിന്റെ അടുത്ത് വരുത്തും, നീ എന്നിട്ട് ദുർഭരമോ നശിച്ചു പോകുമെന്ന് പറഞ്ഞ് അവൻ സ്വന്തം